കോളിംഗ് ബെല്ല് കേട്ട് അനന്തൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നാശം, ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. ആനന്ദൻ പിറുപിറുത്ത് വാതിൽ തുറന്നു. പുറത്ത് ആൾക്കാരെ കണ്ടവൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ രവി സാറ് ഈ നേരത്ത്? അത് നീയൊന്ന് സ്റ്റേഷൻ വരെ വാ. രവി ആ നാട്ടിലുള്ള ഏക പോലീസാണ്. PC രവി എല്ലാ നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനാണ്. എന്താ കാര്യം? എന്താണെന്നറിഞ്ഞാലേ നീ വരൂ, മറ്റൊരു PC ചോദിച്ചു. ഏയ്, ഞാൻ പറഞ്ഞോളാം. രവി ഇടയ്ക്ക് കയറി. ആനന്ദനെ മറ്റേ പോലീസുകാരൻ ചെറഞ്ഞു നോക്കി. അനന്ത, ഒന്ന് വാ, SI വിളിപ്പിച്ചതാ, രവി പറഞ്ഞു. അവൻ വീട് പൂട്ടി അവരോടൊപ്പം തന്നെ ഇറങ്ങി. പോലീസ് സ്റ്റേഷനിൽ എത്തിയതും അനന്തൻ സംശയത്തോടെ ഇറങ്ങി. വിരലിൽ എണ്ണാവുന്ന പോലീസുകാരേ ഉള്ളൂ. അവർ അനന്തനെയും കൊണ്ട് ഉള്ളിലേക്ക് കയറി. SIയുടെ മുറി തുറന്നിട്ടുണ്ട്. രവി അനന്തനോട് നിൽക്കാൻ പറഞ്ഞിട്ട് SIയുടെ മുറിയിലേക്ക് കയറി. ഉടനെ തന്നെ രവി അനന്തനെ ഉള്ളിലേക്ക് വിളിച്ചു. അനന്തൻ ഉള്ളിലേക്ക് കയറിയതും ചെറുതായി ഒന്ന് ഞെട്ടി. മംഗലത്തെ വേണു ഷാകേഷും കൂടെ ഷാപ്പ് വർക്കി. അവൻ SIയെ നോക്കി. പുതിയ ആളാണെന്ന് രവി സാർ പറഞ്ഞിരുന്നു. SI അവനെ നല്ലപോലെ നോക്കി. ഇവനാണോ? വർക്കി അതേയെന്ന് തലയാട്ടി. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. ആനന്ദൻ ഒന്നുകൂടെ മുന്നിലേക്ക് നിന്നു. നീ ആ പെണ്ണിനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഏത് പെണ്ണിനെ? നിനക്ക് വട്ടുള്ള കാരണ ഞാൻ കൈവയ്ക്കാത്തേ. നീ ഇയാളുടെ മോളെ കൊണ്ടുപോകുന്നത് ഈ വർക്കി കണ്ടതാ. നുണ പറയാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ നിനക്ക് വട്ടുള്ളത് ഞാനങ്ങ് മറക്കും, SI പറഞ്ഞു. ഓ, ഞാൻ അവളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ടുണ്ട്. എറണാകുളം പോവാണെന്ന് അവൾ പറഞ്ഞത്. പിന്നെ സാറേ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. വെറുതെ വിരട്ടാൻ നിൽക്കണ്ട സാറേ, ആനന്ദൻ പറഞ്ഞു. ഡാ, SI ആനന്ദൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ദേ സാറേ, ഇതെങ്ങാനും പുറത്തറിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ നിന്ന് വിരട്ടാൻ. സാറിൻ്റെ തലയിൽ ഈ തൊപ്പി കാണില്ല. പിന്നെ ആനന്ദൻ്റെ ദേഹം നൊന്താൽ തൻ്റെ തലയും കാണില്ല, പറഞ്ഞേക്കാം. SIയുടെ കൈ താനെ അഴിഞ്ഞു. രവി, ഇപ്പോൾ തന്നെ എറണാകുളം സ്റ്റേഷനിലേക്ക് ആ കൊച്ചിൻ്റെ ഫോട്ടോ അയച്ച് ഒന്ന് അന്വേഷിക്കാൻ പറയണം. പിന്നെ ഇവിടുന്ന് 3 PC കൂടെ അവിടെ പോയി അന്വേഷിക്കണം. യൂണിഫോം വേണ്ട, മഫ്തി മതി. രവി തലയാട്ടി. ആ പിന്നെ ഇവനെ ലോക്കപ്പിലാക്കിയേക്ക്, SI ആനന്ദനെ നോക്കി പറഞ്ഞു. രവി ആനന്ദനെ കൊണ്ട് ലോക്കപ്പിലാക്കി. ആനന്ദൻ ഒരു മൂലയിലേക്ക് ഇരുന്നു. അവൻ സമയം നോക്കി. 1 മണി. അവൾക്ക് പറഞ്ഞിട്ട് പോവർന്നില്ലേ ഒരുമ്പെട്ടോള്. ബാക്കിയുള്ളതിന് വെറുതെ വിട്ടില്ല കാളി. ആനന്ദൻ പല്ലിറുമ്മി മലർന്നു കിടന്നു. രാവിലെ 6 മണിയോടെ രവി ആനന്ദനെ വിളിച്ചു. ഡാ, ആ കൊച്ചിനെ കിട്ടിയിട്ടോ, രവി പറഞ്ഞു. ആനന്ദൻ മൂളിക്കൊണ്ട് എഴുന്നേറ്റു. എനിക്ക് എന്നാ പോവാലോ? SI വന്നിട്ടില്ല. ഓ, ആനന്ദൻ ചാരിയിരുന്നു. ഇടയ്ക്ക് രവി അവന് ചായ വാങ്ങിക്കൊടുത്തു. അവൻ സമയം നോക്കി. 9 മണി കഴിഞ്ഞു. നാശം, ആനന്ദൻ തലചൊറിഞ്ഞു. ഈ സമയത്തിനകം വിവരം പറഞ്ഞ് ചില നാട്ടുകാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൂടിയിരുന്നു. SI വന്നു. ആനന്ദനെ വിളിപ്പിച്ചു. അത്യധികം ദേഷ്യത്തോടു കൂടിയാണ് ആനന്ദൻ ഉള്ളിലേക്ക് കയറിയത്. അവൻ SIയെ കലിപ്പിച്ചു നോക്കി. പിന്നെ നോട്ടം പോയത് എതിരെ നിൽക്കുന്നവൾക്ക് നേരെയാണ്. ആനന്ദൻ ഒന്ന് പകച്ചു. അതേ സെറ്റുമുണ്ട് തന്നെയാണ് വേഷം. അലസമായി അഴിഞ്ഞുകിടക്കുന്ന മുടിയും കണ്ണീർ വാർന്ന കണ്ണുകളും അവളുടെ തളർച്ചയെ വിളിച്ചോതി. കുട്ടിയെ കിട്ടിയ സ്ഥിതിക്ക് ഇനി പരാതിയുണ്ടോ വേണുനായരെ? SI ചോദിച്ചു. ഏയ് ഇല്ല, ഞങ്ങളെ മോളെ കിട്ടിയല്ലോ. ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ വീണത് എൻ്റെ രാഗിണി. അയാൾ കണ്ണുകൾ തുടച്ചു. ബദ്രിയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. അനന്തൻ ആത്മകൃത്യമായി കാണുകയും ചെയ്തു. എന്നാൽ ശരി, റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പൊക്കോ, SI പറഞ്ഞു. ഓ, വേണു കൈകൂപ്പി ബദ്രയും വലിച്ചു നടന്നു. അവൾക്ക് പിന്നാലെ ഷാഗീഷും. പോകുന്ന പോക്കിൽ ഭദ്ര അനന്തനെ ഒന്ന് നോക്കി. അവളെന്തോ അപേക്ഷിക്കും പോലെ തോന്നി അവന്. ആ, നീയും പൊക്കോ. ഇനി പെണ്ണുങ്ങളെ കൊണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ ഞാൻ ക്ഷമിച്ചെന്നിരിക്കില്ല, പ്രത്യേകിച്ച് ഇവളെ. പുറത്ത് ചുമർച്ചാരി നിൽക്കുന്ന ഭദ്രയെ നോക്കി അയാൾ ചുണ്ടു നനച്ചു. ആനന്ദൻ ദേഷ്യം കൊണ്ട് കൈ കൂട്ടിപ്പിടിച്ചു. ആ പെണ്ണിനെ കണ്ട് സാറ് ചാടണ്ട. അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തൻ്റെ മോളുടെ പ്രായം കാണുമല്ലോടോ അതിന്, ആനന്ദൻ പറഞ്ഞു. എൻ്റെ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞടാ വട്ട. ഞാനിപ്പോൾ ഒറ്റയാ. അയാൾ പൊട്ടിച്ചിരിച്ചു. ആനന്ദൻ അറച്ചുകൊണ്ട് നോക്കി അയാളെ. അവനെന്തോ കൂടുതൽ ദേഷ്യം തോന്നി. അവിടെ നിന്നാൽ അയാളെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. അവൻ ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി. പുറത്തു നിന്നും കൂകിവിളികൾ കേൾക്കാം. ആനന്ദനെ കണ്ടതും എല്ലാം നിശബ്ദമായി. തലതാഴ്ത്തി നടക്കുന്ന ബദ്രിയിലായിരുന്നു ആനന്ദൻ്റെ കണ്ണുകൾ. അവൻ്റെ ദേഷ്യം എങ്ങോട്ടോ മാഞ്ഞുപോയ പോലെ തോന്നി. കാറിൽ കയറുന്നതിന് മുമ്പ് ഭദ്ര ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. എവിടെയൊക്കെയോ തിരിഞ്ഞുള്ള നോട്ടം ഒടുവിൽ ചെന്നു നിന്നത് ആനന്ദനിലായിരുന്നു. ഏതോ തേടിക്കിട്ടിയ പോലെ ആ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞു വന്ന കണ്ണുകളിലെ ഭാവം വ്യക്തമല്ലായിരുന്നു. ഭദ്രയുടെ കാർ അകലുന്നത് നോക്കി ആനന്ദൻ നിന്നു. ആനന്ദൻ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. ആളുകളെല്ലാം പതിയെ പിരിഞ്ഞുപോയി. അപ്പോഴാണവൻ ശങ്കരനെ കണ്ടത്. ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ ശങ്കരൻ്റെ അടുത്തേക്ക് ചെന്നു. ശങ്കരമാമ എപ്പോൾ വന്നു? ആനന്ദൻ ചോദിച്ചു.
പുലർച്ചെ അറിഞ്ഞത് അപ്പോൾ തന്നെ എത്തി. ആനന്ദൻ കാറിൽ കയറി. ശങ്കരൻ ഡ്രൈവറോട് കാർ എടുക്കാൻ പറഞ്ഞിട്ട് ശങ്കരൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ആനന്ദൻ സീറ്റിൽ ചാരി കണ്ണടച്ചിരിക്കുകയാണ്. ശങ്കരൻ തിരിഞ്ഞിരുന്നു. കണ്ണടച്ചിരിക്കുന്നുണ്ടെങ്കിലും അനന്തൻ്റെ കണ്ണുകളിൽ ഭദ്രയുടെ മുഖമായിരുന്നു. മംഗലത്തെത്തിയതും വേണു ഭദ്രയെ വലിച്ചിറക്കി. പുറകെ ശാകേഷും. വേണു ഭദ്രയെ വലിച്ചഴിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. രാഗിണി കണ്ണീരോടെ ആ കാഴ്ച നോക്കി നിന്നു. ഭവ്യ ഭാഗത്തേക്ക് പോയില്ല. നളിനി മുഖത്തെ സന്തോഷം ഒളിപ്പിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. വാടിയാസത്തെ വേണു അവളെ കട്ടിലേക്ക് തള്ളി. ഭദ്ര കട്ടിലിൽ നേരെ തന്നെ ഇരുന്നു, മുഖമുയർത്താതെ. നിനക്ക് ഇവിടുന്ന് പോവാൻ എങ്ങനെ ധൈര്യമുണ്ടായി ചോദിക്കുന്നതിനൊപ്പം അയാൾ അരയിൽ നിന്നും ബെൽറ്റ് ഊരിയിരുന്നു. അയാൾ അവളെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. നിന്നുകൊണ്ടതല്ലാതെ അവളെ എതിർക്കാനോ തടയാനോ നിന്നില്ല. ഭാഗ്യം ആ പോലീസ് എൻ്റെ ആളായത്. ഇല്ലെങ്കിലോ നീ എന്തെങ്കിലും പറഞ്ഞിരുന്നാൽ നിന്റെ തള്ളയെ ഞാൻ ഇവിടെ കെട്ടിത്തൂക്കിയനെ. എന്നെക്കൊണ്ട് വെറുതെ അത് ചെയ്യിക്കരുത്. ഇനി നീ പോവാതിരിക്കാൻ നിനക്ക് വേറെ ഒരു സമ്മാനം കൂടി തിരിച്ചുകൊണ്ട് പുറത്തു നിന്ന രാഗിണി ഓടി ഉള്ളിൽ കയറി. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിനക്കിവിടെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ? നിനക്ക് ഈ അമ്മയെ തീ തീറ്റിച്ച് മതിയായില്ലേ? രാഗിണി കരഞ്ഞുകൊണ്ട് ഭദ്രയുടെ മുടിയിൽ തലോടി. ഭദ്ര പുച്ഛച്ചിരിയോടെ രാഗിണിയെ നോക്കി. അമ്മ പോവാൻ നോക്ക്. ഭദ്ര മുഖം തിരിച്ചു. രാഗിണി അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഭദ്രയ്ക്ക് വല്ലാത്ത തളർച്ച തോന്നി. അറിയാം, ഇവരുടെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാതെ കൊല്ലും. അമ്മയോട് എന്താ പറയണ്ടേ? അച്ഛനും മുറിച്ചെറുക്കനും തൻ്റെ ശരീരം ആവശ്യപ്പെടുന്നുണ്ടെന്നോ? തകർന്നു പോകും പാവം. 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. ഇനി പറഞ്ഞാലും തന്നെ വിശ്വസിക്കൂ. 12 വയസ്സ് മുതൽ തനിക്ക് ബാധ കയറിയതല്ലേ? ബാധ വീട്ടിലെ ചിലരാണെന്ന് മാത്രം. വസ്ത്രം നനഞ്ഞപ്പോഴാണ് കരയാണെന്ന കാര്യം അറിഞ്ഞത്. അംബികാമ്മയുടെ സെറ്റ് മുണ്ടാണ്. കഴുത്തിൻ്റെ ഭാഗവും നനഞ്ഞിരിക്കുന്നു. സെറ്റ് മുണ്ടിൻ്റെ കാര്യം ഓർത്തപ്പോഴാ അനന്തനെ ഓർമ്മ വന്നത്. അനന്തൻ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷം തനിക്ക് കിട്ടിയ ധൈര്യം ചെറുതല്ല. വേറെ കൂടുതൽ എന്തോ പ്രതീക്ഷിച്ചോ ഞാൻ? തന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് കരുതിയോ? ആ രക്ഷകൻ അനന്തനാണെന്ന് മനസ്സ് കരുതിയോ? മനസ്സിന് വല്ലാത്ത ധൈര്യം. ആ മുഖം ഓർക്കുമ്പോൾ അനന്തൻ്റെ ചിന്തയിൽ ചുറ്റുള്ളത് മറഞ്ഞിരിക്കുന്നു. അതാവും വേണുവച്ചൻ്റെ കയ്യിലെ ചുട്ടുപഴുത്ത കാണാതെ പോയത്. മുറിക്ക് പുറത്ത് വെച്ച് രാഗിണി അയാളെ തടഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ചു. അയ്യോ വേണ്ട, അവൾ ഇനി പോവില്ല. അവർ കരഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇനിയും ഞാൻ ക്ഷമിച്ചാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയാവും. അയാൾ കൈകുതറിക്കൊണ്ട് പറയുന്നുണ്ട്. നളിനി വേഗം രാഗിണിയെ പിടിച്ചു മാറ്റി. അയാൾ വേഗം മുറുക്കി അകത്തേക്ക് കയറി. ഭദ്ര അയാളെ നോക്കുന്നു പോലുമില്ല. അവൾ ചിന്തയിലാണ്. അയാൾ അവളുടെ കാലുയർത്തി കാൽവെള്ളയിൽ അമർത്തി. ഭദ്ര ഞെട്ടിക്കരഞ്ഞു. ആർത്തൊലിച്ച് കരഞ്ഞു. ഭദ്രയുടെ കരച്ചിൽ കണ്ട് നളിനി ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ദ്രോഹിക്കലെന്ന് പറയേട്ടത്തി. രാഗിണി കരഞ്ഞു തളർന്നു വീണു. ഭദ്രയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവൾ കരഞ്ഞു തളർന്നിരുന്നു. വരില്ല, ആരും രക്ഷിക്കാൻ വരില്ല. ഇതാണ് തൻ്റെ വിധി. ഇവിടെ തന്നെയാണ് എൻ്റെ മരണവും. ഭദ്ര ചുമരിലേക്ക് ചാരിയിരുന്നു. വേണു അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അനന്തൻ നേരെ വീട്ടിലേക്കായിരുന്നു പോയത്. ചെന്നപാടെ അമ്മയുടെ മുറിയിൽ കയറി കതകടച്ച് കിടന്നു. അമ്മയുടെ സെറ്റുമുണ്ട് ഒരെണ്ണം വിരിച്ചിട്ടാണ് കിടപ്പ്. എന്നിട്ടും മനസ്സ് ശാന്തമാവുന്നില്ല. കണ്ണീർ പറ്റിയ 2 ഉണ്ടക്കണ്ണുകൾ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ഒന്ന് മയങ്ങാൻ പോലും പറ്റുന്നില്ല. എന്തോ വലിയ ടെൻഷൻ. അവൻ കുറേ നേരം കണ്ണടച്ച് കിടന്നു. അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. മനസ്സ് ശാന്തമാവുന്നില്ല. അവൻ നേരെ ബാത്റൂമിൽ കയറി. അവനൊരു നിമിഷം നിന്നു. ഭദ്ര അഴിച്ചിട്ട ധാവണി. അവൻ വേഗം ആ മുറിയിൽ നിന്ന് ഇറങ്ങി സ്വന്തം മുറിയിൽ കയറി. ഷവർ തുറന്ന് അതിന് കീഴിൽ നിന്നു. തല തണുക്കുന്നുണ്ട്. പക്ഷേ മനസ്സ് എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല. അവൻ ഇറങ്ങി തല തുടച്ച് കണ്ണാടി നോക്കി. കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. ഒന്ന് ഫ്രഷായി ഹാളിലേക്ക് നടന്നു. ആരെയും കാണുന്നില്ല. അവൻ കഴിക്കാനിരുന്നു. ജാനുവമ്മയെ ആ ഭാഗത്തെ കണ്ടില്ല. കുറച്ച് ദിവസമായി ആള് ചെറിയ സമരത്തിലാണ്. അവൻ സ്വയം വിളമ്പിക്കഴിച്ചു. അടുക്കളയിൽ നിന്ന് തട്ടും മുട്ടൊക്കെ കേൾക്കാം. തന്നോട് മാത്രമുള്ള പരിഭവമാണ്. കഴിച്ചെഴുന്നേറ്റതും ശങ്കരമാമ ഉള്ളിലേക്ക് വന്നു. മിതി നിന്നെ അന്വേഷിച്ചു. വല്ലപ്പോഴും അവിടെ വന്ന് പോവാൻ പറയുക അവള്. ശങ്കരൻ പറഞ്ഞു. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം, എന്നിട്ട് പോവാം. അനന്തൻ പറഞ്ഞു. ശങ്കരൻ്റെ ഇളയ മകൾ മിഥില മേലെടുത്ത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടറാണ്. അനന്തൻ കാറിലാണ് പോയത്. ആളുകളുടെ മുറുമുറുപ്പ് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. താനും അവളും തമ്മിൽ എന്താണ് ബന്ധം? ഒന്നുമില്ല, വെറും പരിചയക്കാർ. എന്നിട്ടും എന്തിനാണ് ഇത്ര കൃത്യമായി അവളുടെ പ്രശ്നങ്ങൾ തൻ്റെ തലയിൽ കൊണ്ടിടുന്നത്? അനന്തൻ തലകുടിഞ്ഞു. കവലയിൽ നിന്നും കുറച്ചേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. ജാനു അമ്മയുടെ മകളും മരുമകനും ആക്സിഡൻറ്റിൽ ചികിത്സ കിട്ടാതെ മരിച്ചപ്പോൾ തീരുമാനിച്ചതാണ് അടുത്തു തന്നെ ഒരു ആശുപത്രി വേണമെന്ന്.
പിന്നെ 2 വർഷം അതിന് പുറകെ തന്നെയായിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ 2 നില ആശുപത്രി. ജില്ലാ ആശുപത്രിയിലേക്ക് പിന്നെയും 1 മണിക്കൂർ ദൂരമുണ്ട്. മേലെടുത്ത ആശുപത്രിയിൽ കടമായും ചികിത്സ നൽകും. ഇനി ചികിത്സ ലഭിക്കാതെ ആർക്കും ഒന്നും സംഭവിക്കരുത്. മേലെടുത്ത ആശുപത്രി എന്ന് ആർച്ച് മാതൃകയിൽ എഴുതിയിരിക്കുന്നു. ഭംഗിയായി പെയിന്റടിച്ച മതിലും ആശുപത്രിയും. ഉച്ചയായതുകൊണ്ട് അത്ര തിരക്കില്ല. ആനന്ദൻ നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി വരാന്തയിലൂടെ നടക്കുമ്പോൾ എതിരെ വരുന്നവളെ കണ്ട് അവൻ്റെ ശ്വാസം വിലങ്ങി.